ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. അങ്ങനെ മറഞ്ഞിരിക്കുന്ന സന്ദീപിനെയും ആതിരയും കാണുകയാണ് അവന്തിക. അവന്തികയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് പതിയെ ആതിര അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്ദീപും അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം താഴേക്ക് വരുന്ന ആതിരയെ കണ്ട് ഓടിച്ചെന്ന് സാറ്റടിക്കുകയാണ് അനഘ. എന്താടി, എന്തു പറ്റി? നീ എന്താ സാറ്റടിക്കാഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ആതിര അടുക്കളയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിര വെള്ളം കുടിക്കുന്നതാണ്. സന്ദീപുമൊത്തുള്ള നല്ല നിമിഷങ്ങളെല്ലാം ആതിര ഓർക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ദേഷ്യത്തോടെ ആതിരയെ നോക്കി ആതിരയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. എൻ്റെ അനിയത്തി അനഘയും സന്ദീപുമായിട്ടുള്ള വിവാഹമേ എന്താണെങ്കിലും നടക്കൂ. നിന്റെ ആവശ്യം പൈസയാണെന്ന് എനിക്കറിയാം. അത് ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും തരാം. പക്ഷെ ഇനിയും സന്ദീപിന്റെ പിന്നാലെ നടക്കാനാണ് നിന്റെ ഭാവമെങ്കിലേ ആതിര എന്ന ശരീരം മാത്രമേ കാണൂ. ശരീരത്തിലെ ആത്മാവ് കാണില്ല. നിന്നെയും നിന്റെ വീട്ടുകാരെയും ചുട്ടുകൊല്ലും ഞാൻ. നിനക്കറിയാലോ, അനഘയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും എനിക്കൊരു മടിയുമില്ല. നീ കാരണം നിന്റെ വീട്ടുകാരെ കൂടി വേദനിപ്പിക്കാതിരിക്കാൻ നോക്ക്. സന്ദീപിനൊപ്പം ഇനി നിന്നെ കണ്ടാലുണ്ടല്ലോ അവന്റെ കാര്യം പോക്ക. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് ആതിര കരഞ്ഞുകൊണ്ട് അർച്ചനയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. എന്താ ആതിരെ, എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തികേട്ടത്തി എന്നെ തല്ലിയെന്ന് ആതിര പറയുന്നു. എന്തിന്, എന്താ കാര്യമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ആതിര. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവന്തികയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അർച്ചന. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ എൻ്റെ അനിയത്തിയെ തല്ലിയത്? അവൾക്ക് ഒരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. അതെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടാ തീർക്കേണ്ടത്, അല്ലാതെ ആതിരെ തല്ലിയല്ല അർച്ചനയോട് പകരം വീട്ടേണ്ടത്. നിന്നോട് എനിക്ക് ദേഷ്യമോ പകയോ ഒന്നുമില്ല. നിന്നോട് എനിക്ക് ബഹുമാനമാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അനിയത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അവളെ തിരുത്താൻ എനിക്കറിയാം. ഇനി നിങ്ങൾ എൻ്റെ അനിയത്തിക്ക് നേരെ കയ്യോങ്ങിയാലേ ഞാൻ തല്ലുന്നത് അനഘയായിരിക്കില്ല, നിങ്ങളെ ആയിരിക്കും. നിങ്ങളെ തല്ലാനും എനിക്ക് ഒരു മടിയുമില്ലെന്ന് പറഞ്ഞ് അർച്ചന പോകാനൊരുങ്ങുമ്പോൾ അവന്തിക പറയുകയാണ്, ഒന്ന് നിന്നെ. നീ നേരിട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് എന്നെ തല്ലുമെന്നാണോ? അതെ, അതങ്ങനെ തന്നെയാണെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ അർച്ചന മുറിയിൽ നിന്ന് പോകുമ്പോൾ അർച്ചന പറഞ്ഞ വാക്കുകളോർത്ത് ഭയത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക തൻ്റെ ആളുകളെ വിളിച്ച് പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാളെ തന്നെ നടക്കണം. നാളെ അർച്ചന എന്നവൾ ജീവനോടെ ഉണ്ടാകരുത്. മറ്റന്നാള് അവളുടെ പട്ടട കത്തിയെരിയണം. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. സന്ദീപ് ചോദിക്കുകയാണ്, എന്താടോ ഇത്രയും നേരം താൻ നല്ല ഹാപ്പി ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയത്? തന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്ന് ചിരിക്കടോ. തൻ്റെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം കാണാനേ ഒരു ഭംഗിയുമില്ല. തന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചാലേ അന്ന് എനിക്കിട്ട് തന്നതുപോലെ അവർക്കിട്ടും ഒന്ന് കൊടുത്താൽ മതി. എന്തിനും ഞാനൊപ്പം ഉണ്ടാകും. പിന്നെ തൻ്റെ കയ്യിൽ നിന്ന് ഒരടി കിട്ടി കഴിയുമ്പോഴേ അവർ തന്നെ സ്നേഹിച്ചു തുടങ്ങിക്കോളും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഞാൻ. ഇത് കേൾക്കുന്ന ആതിര പൊട്ടിച്ചിരിക്കുമ്പോൾ ഇനി ഒരിക്കലും കരയരുതെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് വാങ്ങുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ ഫോണിലേക്ക് ഡോക്ടർ അബ്ദുൽ ഖാദർ വിളിക്കുന്നതാണ്. ആരാ, മനസ്സിലായില്ലെന്ന് അവന്തിക പറയുമ്പോൾ അബ്ദുൽ ഖാദർ പറയുകയാണ്, മനസ്സിലാക്കാൻ തന്നെയാ ഞാൻ വിളിച്ചത്. എൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ ഖാദർ. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നിന്ന് തനിക്ക് കിട്ടിയ അടിയുടെ കാര്യമെല്ലാം ഓർക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. ഞാൻ എവിടേക്ക് പോകുന്നുണ്ടെന്നും ആരെയൊക്കെ കാണുന്നുണ്ടെന്നും ഒക്കെ അറിയാൻ വേണ്ടി 3 പേരെ എൻ്റെ പിന്നാലെ വിട്ടില്ലായിരുന്നു. അവരിപ്പോൾ എൻ്റെ ഒപ്പമുണ്ട്. പക്ഷേ അവർക്ക് ഫോൺ പിടിക്കാനൊന്നും കഴിയില്ല. കൈക്കൊക്കെ നല്ല വേദനയാ. ഏകദേശം 2 കൈയും കാലുമൊക്കെ തല്ലി ഒടിച്ചിട്ടുണ്ട്. അവന്തിക മേഡം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കഥ തീർക്കണമെന്ന് പറഞ്ഞെന്ന് ഇവന്മാർ പറഞ്ഞു. അങ്ങനെ ഒരാളെ കൊല്ലാൻ വിടുമ്പോഴേ ഇത്തിരി കൂടി മിടുക്കന്മാരെ വേണ്ടേ വിടാൻ. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. അവരെക്കാളും മിടുക്കന്മാരെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ മേത്ത് കൈവച്ച നിന്നെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ എന്നെ കൊന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. കൊന്നിട്ടേ ആ സേവിയറുടെ കല്ലറയിൽ തന്നെ കുഴിച്ചിടണം. അവിടെയാണല്ലോ മാനേജർ വിജയനെയും കുഴിച്ചിട്ടിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഇടിയിൽ തന്നെ ഇവന്മാര് പകുതിയോളം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാനിപ്പോഴേ നേരെ നെല്ലിശ്ശേരിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് സേതു അങ്കിളിനോട് സത്യങ്ങളെല്ലാം പറയും. എന്താ, അർച്ചനെ ബ്ലോക്ക് ചെയ്തതുപോലെ എന്നെ ബ്ലോക്ക് ചെയ്യാനും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കും. അവന്തിക പറയുകയാണ്, ഈ കോള് കട്ടായ ഉടൻ തന്നെ അർച്ചനെ ഇവിടെ വെച്ച് ഞാൻ കൊന്നിരിക്കും. അയ്യോ, ഈ ഭീഷണി കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. അതെ, അർച്ചന ഇപ്പോഴുള്ളത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്, അർച്ചനയുടെ സച്ചിയുടെ ഒപ്പം. നീ കൊന്നതും കൊല്ലിച്ചതുമടക്കം എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇന്നറിയും. കുടുംബത്തോട് ഇത്രയും ക്രൂരത കാണിച്ച നിന്നെ എന്ത് ചെയ്യണമെന്നേ അവർ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ അവന്തികയോട് മറ്റൊരു വലിയ സർപ്രൈസ് കൂടി പറയാനുണ്ട്. ഏറ്റവും അവസാനം പറയാമെന്നാ കരുതിയത്.
തൻ്റെ കാണാതായ ഭർത്താവെ എവിടെയുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയാം. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. 2 ദിവസം മുമ്പ് വരെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ വീട്ടിലുണ്ടായിരുന്നു നന്ദൻ. നിങ്ങൾ വരുന്നത് കാരണം തട്ടിക്കൊണ്ടുപോയവര് അയാളെ വേറെ എങ്ങോട്ടോ മാറ്റി. എന്നാലും നിന്റെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുകയാവന്തികെ. ഞാനേ ഈ കാര്യം പറയാൻ വേണ്ടി സച്ചിയും അർച്ചനയും വിളിച്ചായിരുന്നു. അവർ നല്ല സന്തോഷത്തില. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ നേരെ ചെന്ന് സേതുവങ്കളിനോട് കാര്യങ്ങളെല്ലാം പറയും. പിന്നെ അദ്ദേഹം തന്നെ നിങ്ങളെ വിളിച്ച് ടൂറ് മതിയാക്കി തിരിച്ചു വരാൻ പറയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീ എവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാലും നടക്കില്ല. അതിനുള്ളതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരി അവന്തികെ, ഇനിയുള്ള ഓരോ നിമിഷവും നീ തീയിൽ ചവിട്ടിയതുപോലെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോഴേ നിനക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അബ്ദുൾ ഖാദർ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ കുറച്ച് സമയത്തെ ആലോചനയ്ക്ക് ശേഷം അവന്തിക തന്റെ ആളുകളെ വിളിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ക്രൂരതയുള്ള മുഖത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.